നമ്മളിന്ന് റൈഡ് നെസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. റൈഡ് നെസ്റ്റ് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, ഓട്ടോറിക്ഷ, ബസ്, പിന്നെ വാൻ എന്നിവയിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. സ്കൂളൊക്കെ ട്രിപ്പ് കൊണ്ടുപോകുന്നത്. നമ്മളിത് സ്കൂൾ ബേസ്ഡ് അല്ല, ഇത് പിന്നെ ഡൈവേഴ്സ് ബേസ്ഡാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉള്ളത്. ഇതിൽ പിന്നെ ഡ്രൈവർ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഗാർഡിയൻസിന് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ആപ്പ് വരുന്നത് റൈഡ് നെസ്റ്റ് എന്ന ഈ ആപ്പാണ്. ഇതിൽ ഡ്രൈവറാണ് പിന്നെ ലോഗിൻ ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്. ഈ നമ്മൾ ഡ്രൈവർ ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. 60 ദിവസമാണ് തുടക്കത്തിൽ ഇത് ബേസിക് ഫീച്ചർ വെച്ചിട്ട് ഒരാൾക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മളെ മൊബൈൽ നമ്പർ കൊടുത്തു, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാന് പ്രീമിയം പ്ലാനാണ്. പ്രീമിയം പിന്നെ അൾട്രയാണ് ഇതിലുള്ളത്. ഇതിൽ 50 സ്റ്റുഡൻറ്റിനെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ 4 സ്റ്റുഡൻ്റാണ് ഇപ്പോൾ ഉള്ളത്. 4 സ്റ്റുഡൻറ്റ് 3 സ്കൂളിൽ നിന്ന് 4 സ്റ്റുഡൻറ്റുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂൾ വെച്ച് ഇതിൽ കാറ്റഗറി ചെയ്യാം. ഇപ്പോൾ ഒരു സിംഗിൾ സ്കൂളാണെങ്കിലും പ്രശ്നമില്ല, അത്ര കുട്ടികളെ കിട്ടും ഇതിൽ. പിന്നെ ഇതിൽ സ്റ്റാർട്ടർ ട്രിപ്പിന് മുന്നേ നമ്മൾ ആദ്യം സ്റ്റുഡൻറ്റുകളെ ആഡ് ചെയ്യണം. സ്റ്റുഡൻറ്റുകൾ മൊത്തം ആഡ് ചെയ്ത് സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. സ്കൂളുകൾ, ഒരാൾക്ക് മൾട്ടിപ്പിൾ സ്കൂളത്തെ കുട്ടികളുണ്ടെങ്കിൽ ആ സ്കൂളുകൾ ഇതിൽ ആഡ് ചെയ്തിട്ട് കുട്ടീൻ്റെ ഏജ്, കുട്ടീൻ്റെ ക്ലാസ്, ഗാർഡിയൻസ് നെയിം, ഗാർഡിയൻസ് കോൺടാക്ട് നമ്പർ. ഈ പ്രൈമറി കോൺടാക്ട് നമ്പറിലാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. ഈ കോൺടാക്ട് നമ്പർ വെച്ചിട്ടാണ് ഗാർഡിയൻ എന്ത് ചെയ്യുക, ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. പിന്നെ സെക്കൻഡ് നമ്പർ വേണമെങ്കിൽ കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും നമ്പർ വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. പിന്നെ പിക്കപ്പ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഡ്രൈവർക്ക് അവരെ എവിടെ നിന്നാണ് ഈ കുട്ടീനെ എടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റൂട്ട് ഉണ്ടാവും. രാവിലെ 8 മണിക്ക് റൂട്ട്, 8:30 വേറെ റൂട്ട്, 9 മണിക്ക് വേറെ റൂട്ട്. അങ്ങനെ ഓരോ റൂട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ഓരോ റൂട്ടിൻ്റെ പേരെടുത്താൽ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മന്ത്ലി ഫീസ് എത്രയാണോ എന്നുള്ളത്, ആ ഫീസ് എന്ത് ചെയ്യുക, ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം സെറ്റാവും. അങ്ങനെ സെറ്റായ കുട്ടികളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ഇതിന് താഴെ വ്യൂ മാനേജർ സ്റ്റുഡൻറ്റിൽ വരും, കുട്ടീനെ കാണിക്കും. കുട്ടിയെ സെലക്ട് ചെയ്യാം, കുട്ടീൻ്റെ പേര് കാണിക്കും, ഏത് സ്കൂള്, ക്ലാസ്, ഗാർഡിയൻസിൻ്റെ നെയിം, ഓലെ മാസം പൈസ എത്രയാണെന്നുള്ളത്. പിന്നെ മന്ത്ലി ഓരോ മാസം 20-ാം തീയതി ഓട്ടോമാറ്റിക് ഇതിൽ ബില്ല് ജനറേറ്റ് ആവും. അപ്പോൾ അതായത് ഈ കുട്ടി ഇത്ര ഉറുപ്പിക തരാണ്ട് എന്നുള്ളത് ആ മാസം 20-ാം തീയതി ആകുമ്പോൾ ജനറേറ്റ് ചെയ്യും. ഇനി അതല്ല, അതിൻ്റെ മുന്നേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ജനറേറ്റ് ദിസ് മന്ത് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ മാസത്തെ ബില്ല് നമുക്ക് 20-ാം തീയതിൻ്റെ മുന്നേ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക് തന്നാണ് 20-ാം തീയതി ക്രിയേറ്റ് ചെയ്യും. അതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഇതിൽ സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം. എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മൊബൈലിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടീൻ്റെ ഫോട്ടോ ആയി, പേരായി, ക്ലാസ്സായി, ഗാർഡിയൻ്റെ ആയി, ഗാർഡിയൻ്റെ നമ്പറായി. ഇവിടുന്ന് എടുക്കേണ്ടത് ഏത് റൂട്ടിലാണ്, മാസം ഫീസ്. ഇത് ഒരു പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് എല്ലാ മാസവും 20-ാം തീയതി ഈ ബില്ല് അങ്ങനെ ജനറേറ്റ് ആവും. അപ്പോൾ ഇതിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ പെൻഡിങ്ങുള്ളത് കാണിക്കും. ഇപ്പോൾ ഇത് പെയ്ഡാണ്, ഇത് പെൻഡിങ് ആണ്, ഇതുവരെ പേയ്മെൻറ്റ് അടച്ചിട്ടില്ല. അപ്പോൾ എന്ത്, പൈസ കിട്ടുമ്പോൾ ഇതിൽ റെക്കോർഡ് പേയ്മെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്തായി, ഈ കുട്ടീൻ്റെ പേയ്മെൻറ്റും വന്നു. ഇത് പ്രീമിയത്തിൽ മാത്രമുള്ളൊരു സംഭവമാണ് നമ്മൾ ആദ്യം പറയാൻ വന്ന ട്രിപ്പ് പറഞ്ഞാൽ ഇത് രാവിലെ നമ്മൾ വണ്ടി എടുത്ത് കുട്ടീനെ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുട്ടീനെ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫൈ പിക്കപ്പ് പറഞ്ഞ സാധനം നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താവും, അടുത്ത കുട്ടീൻ്റെയൊക്കെ പോവുകയും ചെയ്യും. അതുപോലെ ഗാർഡിയൻസിന് ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യും, ഒരു മെസ്സേജ് വരും, കുട്ടീനെ അത് നമ്മൾ നോട്ടിഫൈഡ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ രാവിലെ എടുത്തു നമ്മളെന്ത് ചെയ്യും, കുട്ടീനെ എന്ത് ചെയ്യും, പിങ് ചെയ്തു. പിന്നെ ഈവനിങ് കൊണ്ടുവന്നിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്താ ഇതേമാതിരി മെസ്സേജ് വരും. അപ്പോൾ കുട്ടീനെ രാവിലെ എടുത്താൽ മെസ്സേജ് വന്നു, കുട്ടീനെ വൈകുന്നേരം ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് വരും. അതുപോലെ ഇതിൽ നമുക്ക് പിന്നെ പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ നോട്ടിഫൈയുടെ സംവിധാനം, പക്ഷേ അത് ഈ പ്രീമിയത്തിലില്ല, അൾട്രയിലാണുള്ളത്. 20-ാം തീയതി ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താവും, ഗാർഡിയൻസിൻ്റെ ഫോണിക്ക് ഇൻവോയ്സ് വരും. അത് നമ്മളൊരു സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാം. നമ്മൾ ഒരു ടെസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ നമ്പർ കുട്ടീനെ ആഡ് ചെയ്തു, ഏതെങ്കിലും സ്കൂൾ കൊടുത്തു, ഒരു 10 വയസ്സ് കൊടുത്തു, 5-ാം ക്ലാസ്സിൽ.
ഗാർഡിയൻ്റെ നെയിം. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ബേസിൽ നമ്മൾ ഒരു മൊബൈലിലേക്ക് മാത്രമേ നമ്മളിത് പോവുള്ളൂ, ഒരു നമ്പർക്ക് മാത്രം. അപ്പോൾ തൽക്കാലം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എല്ലാവർക്കും എല്ലാ നമ്പർക്കും പോകുന്ന രീതിയിലാവും. പക്ഷേ തൽക്കാലം ഇപ്പോൾ നമ്മൾ ഇതാണ് കൊടുത്തുള്ളത്. ഫീസ് 800 രൂപ ചെയ്തു. അപ്പോൾ 800 സേവ് ചെയ്തു. കുട്ടീൻ്റെ സ്റ്റുഡൻറ്റ് നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ ഈ കുട്ടിക്ക് ഇൻവോയ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താ, ഈ കുട്ടി പുതിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജനറേറ്റ് ദിസ് മന്ത് ഇൻവോയ്സ്. അപ്പോൾ എന്തായി, നമുക്ക് മെസ്സേജ് വരും, എന്ത് 20-ാം തീയതി ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് അതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജനറേറ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തു. അത് ഏതാണ്, നമ്മൾ പുതിയ ആഡ് ചെയ്ത കുട്ടിക്കാണ്. അപ്പോൾ അതാ 20-ാം തീയതി നമ്മൾ ഇൻവോയ്സ് ആഡ് ചെയ്തു. നമ്പർ 9995548283. അപ്പോൾ എന്തായി, സോറി, ഇൻവോയ്സ് നമ്മൾ പ്രീമിയത്തിൽ ഇൻവോയ്സ് വരില്ല, അൾട്രയിലാണ് ഇൻവോയ്സ് വരിക. ഞാൻ ഇൻവോയ്സ് കാണിച്ചു തരാൻ അതെടുത്ത്, പക്ഷേ അൾട്രയിലാണ് ഇൻവോയ്സ്. ഗാർഡിയൻസ് നമുക്കിപ്പോൾ മെസ്സേജ് വന്ന പോലെ ഇൻവോയ്സ് പിന്നെ ജനറേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വരും. അത് അൾട്രയിൽ മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ഡ്രൈവർക്ക് ഡ്രൈവറെ കാര്യങ്ങൾ, ഡ്രൈവറെ ഡീറ്റെയിൽസ്, വണ്ടി ഏതാ, വണ്ടി നമ്പർ, UPI ID, ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവറെ സൈഡ് കഴിഞ്ഞു. ഈ ഡ്രൈവറെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ആപ്പിൽ ഡ്രൈവർ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാർഡിയനായിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഏത് നമ്പറാണോ ഡ്രൈവർക്ക് കൊടുത്തത് ആ നമ്പർ കൂടെ കൊടുക്കുക. ഒരു ഇമെയിൽ കൊടുക്കുക. ഇമെയിൽ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ റീസെറ്റിംഗ് പർപ്പസിനാണ്. ഫ്യൂച്ചറിൽ അത് OTP പിന്നെ വാട്സപ്പ് ബേസ്ഡ് OTPക്ക് മാറും. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇമെയിലാണ് OTP വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമെയിൽ കൊടുക്കാം. പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡ്രൈവർ നമ്മുടെ നമ്പർ ആഡ് ചെയ്തേക്കണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ആപ്പ് ഡ്രൈവർ എത്ര കാലമാണോ ഈ ആപ്പ് ഉപയോഗിക്കുന്നത് അതുവരെ നമുക്കത് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ വാട്സപ്പിൽ വന്ന നമ്പർ ഉപയോഗിക്കുന്നത് 82832345. അപ്പോൾ എന്തായി, എൻ്റെ പേര് വന്നു, എൻ്റെ കുട്ടികൾ, എൻ്റെ എത്ര കുട്ടികൾ സ്കൂളിൽ പോകേണ്ടത് വന്നു, ഓരോ പെർ മാസത്തെ പൈസ വന്നു. ഒരു കുട്ടീനെ ക്ലിക്ക് ചെയ്തു. ഡ്രൈവറെ ഡീറ്റെയിൽസ് ഉണ്ട്. ഡ്രൈവറെ നമുക്ക് ഇവിടുന്ന് വിളിക്കാം, വാട്സപ്പിൽ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യാം. പേയ്മെൻറ്റ് ഹിസ്റ്ററി ഇവിടെ എന്തായി, പൈസ തന്നിട്ടുണ്ട്. ഇത് പിന്നെ ഡ്രൈവർ കുട്ടിയെ ഓരോ ദിവസവും 2 സമയം, അതായത് രാവിലെ എടുക്കുമ്പോഴും വൈകുന്നേരം ഡ്രോപ്പ് ചെയ്യുമ്പോഴും കിട്ടുന്ന മെസ്സേജാണ്. അപ്പോൾ ഡ്രൈവറെ പാക്കേജിനനുസരിച്ചാണ് ആർക്ക് മെസ്സേജ് വരിക, ഗാർഡിയൻസിന് മെസ്സേജ് വരിക. അതിൽ പിന്നെ നമ്മൾ ടെസ്റ്റ് സ്റ്റുഡൻറ്റിനാണ് അപ്പോൾ അതിൽ പെൻഡിങ് ആണ് 800. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പേ വിത്ത് 800. അപ്പോൾ നമ്മൾ പിന്നെ ഇതിക്കൊന്ന് ഗൂഗിൾ പേക്ക് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പേയ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതാണ് അതിലുള്ളത്. അപ്പോൾ ഇതാണ് പിന്നെ ഡൈവേഴ്സിൻ്റെ പിന്നെ കസ്റ്റമർ അല്ല ഗാർഡിയൻ സൈഡിലുള്ള ഒരു ലോഗിൻസ് വരുന്നത്. ഇനി ഇതിൽ അൾട്രാ ആയിട്ടുള്ളൊരു യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ഒരു മിനിറ്റ്, അത് നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അൾട്രാൻ്റെ ഫീച്ചേഴ്സ് മാത്രം പറയാം. അതാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്. ഇതിൽ പിന്നെ ഡീഫാൾട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഏതൊരാൾക്കും നമ്മളൊരു ക്രിയേറ്റ് അക്കൗണ്ട് നമ്മൾ ഒരു ബേസിക് ഫീച്ചേഴ്സ് കിട്ടും. നമ്മളിപ്പോൾ തൽക്കാലം 99 99 55 സോറി, ഇവിടെ പേരാണ് കൊടുക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവർ നമ്മളിവിടെ കൊടുത്തു. ഫോൺ നമ്പർ 123456789010 നമ്പർ കൊടുത്തു. ഇമെയിൽ കൊടുക്കും. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് പർപ്പസിന് ആയതുകൊണ്ട് അതൊന്നും കൊടുക്കുന്നില്ല. 123 എന്നൊരു പാസ്വേഡും കൊടുത്തു. ഒരു വണ്ടി സെലക്ട് ചെയ്തു. ഇനി സെലക്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, പേരും നമ്പറും ഇമെയിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഡീഫാൾട്ട് വിടും. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, 15 സ്റ്റുഡൻ്റാണ് ഇതിൽ നമുക്ക് ഡീഫാൾട്ട് ഉണ്ടാവുക. പിന്നെ ഇതിൽ നമുക്ക് റൂട്ടിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ റൂട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പറയുന്നത് ഇതിൽ ആ സാധനമല്ല, അതിന് ബേസിക് ഫീച്ചേഴ്സ് ആയതുകൊണ്ട് അതുണ്ട്. പിന്നെ ബേസിക്കലി തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. ബേസിക് പ്ലാനാണ്, 15 സ്റ്റുഡൻ്റാണ്. അതിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പ്രീമിയമാണ് 50 സ്റ്റുഡൻറ്റ് 5 റൂട്ട് 999. അൾട്രയിൽ അൺലിമിറ്റഡ് സ്റ്റുഡൻ്റ് അല്ല, 150 സ്റ്റുഡൻ്റാണ്, പിന്നെ 10 റൂട്ടും. അപ്പോൾ അതെന്ത് ബാരിയർ എന്ത് ഇതെന്ന് വെച്ചാൽ ഇത് പിന്നെ 4 നോട്ടിഫിക്കേഷനാണ് ഒരു കുട്ടിക്ക് ഒരു ദിവസം പോകുക. അപ്പോൾ നമ്പർ ഓഫ് മെസ്സേജസിൻ്റെ കൗണ്ട് കൂടും. അപ്പോൾ നമുക്ക് ഈ 199 പെർ ഇയറിൽ നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളവിടെ ഒരു ബാരിയർ വെച്ചത്. കാരണം
ഒരു കുട്ടിക്ക് 4 മെസ്സേജ് ഒരു ദിവസം പോകുന്നു, പിന്നെ ഒരു ഇൻവോയ്സിൻ്റെ മെസ്സേജും പോകുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെർ ഡേ ഒരു 1000 എബോവ് മെസ്സേജസ് പോകും. അതുകൊണ്ട് 2 പ്ലാനാണ് അതിലുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, എടുത്തിട്ട് പ്ലാൻ എടുക്കണമെങ്കിൽ നമ്മൾ വാട്സപ്പ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇമെയിൽ റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആവും. ഇത് സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാം, അതിലൊന്നും പ്രശ്നമില്ല. നമ്മൾ സെയിം റൂട്ടുകളൊന്നും ഇല്ലാതെ ജസ്റ്റ് സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഗാർഡിയൻസിന് മെസ്സേജ് വരില്ല എന്നുള്ളൂ. പക്ഷേ എന്താണ്, മെസ്സേജിന് ആപ്പിൽ തുറന്നു കഴിഞ്ഞാൽ ആപ്പിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റിനാണ് സെയിം ആണ്. പിന്നെ ആഡ് ചെയ്ത സ്റ്റുഡൻറ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സെറ്റിങ്സിൽ നമുക്ക് ഡീറ്റെയിൽസ് അടച്ചാൽ അവിടെ പേയ്മെൻറ്റ് ID ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയില്ല, കാരണം അത് ഈ ബേസിക്കലി ആ ഒരു ഫീച്ചർ ഇല്ല. അതുകൊണ്ട് ആ ബേസിക്കിന് അത് ഉണ്ടാവില്ല. ഇൻവോയ്സ് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യാം, 20-ാം തീയതി ജനറേറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റുഡൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇൻവോയ്സ് ജനറേറ്റ് ആവില്ല. അത് ഇതിൽ നമ്മൾ ഡിഫോൾട്ട് കൊടുക്കും. കാരണം ഇൻവോയ്സിന് മാത്രമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് പ്ലാൻ ഒരു 2 മാസം ഉപയോഗിക്കാം. അത് ഓക്കെ ആണെങ്കിൽ പിന്നെ പെയ്ഡ് വെർഷനൊക്കെ മാറിയാൽ മതി. അതിൽ 999 നമ്മളെ ഏറ്റവും കുറഞ്ഞ പ്ലാനുള്ളത് പെർ ഇയർ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 100 രൂപയും കൂടിയും ഇയറിൽ വരില്ല. അപ്പോൾ നമ്മൾ ആ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ഇതാണ്ടല്ലോ. അപ്പോൾ ഇതെന്താണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് എത്ര കാര്യങ്ങൾ എത്തുന്ന കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ വേറെ ഫീച്ചേഴ്സ് എന്താ വെച്ചാൽ, ഈ ഡ്രോപ്പ് ആൻഡ് എക്സിറ്റ് ഉണ്ടെങ്കിൽ ഏതൊരു ഡ്രൈവർ മാറിക്കഴിഞ്ഞാലും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് പ്രീവിയസ് രജിസ്റ്റർ ചെയ്ത നമ്പർ കൊടുക്കുക. എപ്പോഴും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, നമ്മുടെ പ്രീവിയസ് നമ്പർ കൊടുക്കുന്നു. ഈവൻ ഈ മൊബൈൽ മാറ്റി അതൊന്നാലും പ്രശ്നമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പ്രീവിയസ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ പഴയ സാധനം ബാക്കപ്പ് നിന്ന് നമുക്ക് ഇത് ഫുള്ളി ക്ലൗഡ് ബേസ്ഡാണ്. ലോക്കൽ മൊബൈലൊന്നും സേവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ആപ്പ് മാത്രം മൊബൈലിൽ റൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഓഫർ ഈ 999 കൊടുക്കുന്നത്. കാരണം നമ്മൾ മെസ്സേജിങ്ങും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്കതൊരു അഡാപ്റ്റബിൾ അല്ല. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റുകൾ മാറും. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ടെമ്പററി ഇപ്പോൾ ഇത് നമ്മൾ ഷെയറബിൾ ആപ്പ് ഫയലായിട്ട് APK ഫയലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആർക്കെങ്കിലും ടെസ്റ്റ് പർപ്പസിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മളിത് തരും, നിങ്ങൾക്കത് ഉപയോഗിച്ച് നോക്കാം. നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വരെ അല്ലെങ്കിൽ ഒരു മിഡിലൊക്കെ നമ്മൾ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.